നമസ്കാരം. 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബിജെപിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിയോ? ഇത്തവണ 5 ബിജെപി എംപിമാർ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തുമെന്നായിരുന്നു നേതാക്കളുടെ വാക്കുകൾ. രണ്ടക്കത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതും ചർച്ചകൾ കൊഴിഞ്ഞു മറിഞ്ഞതും. തിരുവനന്തപുരത്ത് ബിജെപി അണികൾ പ്രതീക്ഷിച്ചിരുന്നത് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെയായിരുന്നു. എന്നാൽ കിട്ടിയത് രാജീവ് ചന്ദ്രശേഖരനെ. ഇക്കാര്യത്തിൽ അണികൾക്ക് നീരസമുണ്ടെന്നാണ് വിവരം. കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ ലഭിച്ച നേട്ടം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകുമോ എന്ന ആശങ്ക അണികൾക്കുണ്ട്. ശശി തരൂർ എന്ന കരുത്തനുമായി ഏറ്റുമുട്ടാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്ന ആശങ്കയും ബിജെപിക്കുള്ളിലുണ്ട്. തിരുവനന്തപുരത്തെ സംസാരം ഇങ്ങനെയൊക്കെയാണ്. മാത്രമല്ല, ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രൻ എന്ന ജനകീയ മുഖത്തെയാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരുടെ ശ്രദ്ധ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിച്ചേക്കും. ശോഭാ സുരേന്ദ്രൻ നേടിയ 2.5 ലക്ഷത്തേക്കാൾ വോട്ട് പിടിക്കേണ്ടത് മുരളീധരന്റെ അഭിമാന പ്രശ്നമാണ്. പത്തനംതിട്ട സീറ്റ് മോഹിച്ച PC ജോർജിനെ ഒഴിവാക്കിയാണ് അനിൽ ആന്റണിക്ക് ബിജെപി സീറ്റ് നൽകിയിരിക്കുന്നത്. മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെക്കാൾ പത്തനംതിട്ടയ്ക്ക് അനുയോജ്യൻ താനാണ് എന്ന് അനിൽ ആന്റണി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. സീറ്റ് ലഭിക്കാത്തതിനുള്ള നീരസം PC ജോർജ് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കെതിരെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. വെള്ളാപ്പള്ളി പിണറായി വിജയന്റെ ആളാണ്, തുഷാർ വെള്ളാപ്പള്ളി ബിജെപിയുടെയും. ഇവർ രണ്ടും ഒരു വീട്ടിൽ കഴിയുന്നത് മോശമാണെന്ന് PC ജോർജ് തുറന്നടിച്ചു. അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുണ്ടെങ്കിലും പരിഹരിക്കുമെന്ന് വി മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിട്ടാണ്. പ്രതീക്ഷയോടെ കളത്തിലിറങ്ങുമെന്ന് അവർ പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപി തൃശൂരിൽ പ്രതീക്ഷിച്ചതാണ്. വി സുനിൽകുമാറും TN പ്രതാപനും ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ തവണ നേടിയ 2.93 ലക്ഷം വോട്ട് മറികടന്ന് കുതിക്കാൻ നടന് സാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം. തൃശൂരും ആറ്റിങ്ങലും ബിജെപിക്ക് പ്രതീക്ഷിക്കാമെങ്കിലും തിരുവനന്തപുരം, പത്തനംതിട്ട മണ്ഡലങ്ങൾ തുടക്കത്തിലെ പാളിയെന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് ML അശ്വിനി, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, വടകരയിൽ പ്രഫുൽ കൃഷ്ണ എന്നിവർ കന്നിയംഗത്തിനിറങ്ങുമ്പോൾ പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ വീണ്ടും എത്തുന്നു. കണ്ണൂരിൽ സി രഘുനാഥും 200 സ്ഥാനാർത്ഥികളിൽ ബിജെപി പ്രഖ്യാപിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിലാണെന്നതും എടുത്തു പറയണം. മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെ കുറിച്ചുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. ന്യൂനപക്ഷ മോർച്ച ദേശീയ നേതാവാണ്. കാലിക്കറ്റ് മുൻ VC കൂടിയ ഇദ്ദേഹം. നന്ദി.